നമസ്കാരം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ജോലി ചെയ്തിരുന്ന ഈ ഒരു അവസ്ഥ മാറി സ്വല്പം ആശ്വാസകരമാകും വിധത്തിൽ ജോലിയിലാണെങ്കിൽ സ്ഥാനക്കയറ്റത്തോടു കൂടിയതായിട്ടുള്ളൊരു മറ്റൊരു തസ്തികയോട് കൂടിയതായിട്ടുള്ളൊരു മറ്റൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ നിലവിലുള്ള ജോലി തന്നെ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലയിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഈ മെയ് മാസത്തിൽ വന്നു ചേരുന്നത് വഴി തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുക എന്നൊരവസ്ഥയിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങളുണ്ടാകും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണം നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഇനി ഒരു വർഷത്തേക്ക് എല്ലാ പ്രകാരത്തിലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന ശുഭസൂചനകൾ മനസ്സിനും തൊഴിൽപരമായിട്ടും കുടുംബത്തിലും ആശ്വാസമേകുന്ന ഘടകങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാനും 3 മാസത്തിനുള്ളിൽ തന്നെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനും സാധ്യതയുണ്ട്. വിദഗ്ധമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നത് വഴി ചികിത്സാ രീതികളെല്ലാം അനുവർത്തിച്ച് മുമ്പുണ്ടായിരുന്ന തൊഴിലെല്ലാം തന്നെ പുനരാരംഭിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ആചാര മര്യാദകൾ പാലിക്കുന്നത് വഴിയും ഭാരതീയ സംസ്കാരത്തിൻ്റെ ശാഖകൾ അനുവർത്തിക്കുന്നത് വഴിയും വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽ മണ്ഡലങ്ങളിലും കുടുംബപരമായിട്ടും കർമ്മമേഖലകളിലൊക്കെ തന്നെ അനുവർത്തിക്കാൻ യോഗമുണ്ട്. പണം കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മേലധികാരികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഉടമസ്ഥരിൽ നിന്നും പാരിതോഷികങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കത്തക്ക വിധത്തിൽ തൊഴിൽ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം വന്നു ചേരും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നു. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് പരിചയപ്പെടുവാനും അവരുടെ പ്രവർത്തന ശൈലി അനുവർത്തിക്കുവാനും യോഗം കാണുന്നുണ്ട്. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി വളരെ ആശ്വാസവും രോഗശമനവും അതിനേക്കാളുപരി പ്രതിരോധവും വന്നു ചേരുവാൻ യോഗമുണ്ട്. ആദരണീയ സ്ഥാനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം ഉണ്ടെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സംതൃപ്തിയുള്ള കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് തികച്ചും അവിചാരിതമായിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും വേണ്ടപ്പെട്ടവരുടെ ആവശ്യം നിർവഹിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ യോഗം കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനും പരീക്ഷ എഴുതുവാനും സാധിക്കും. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കാൻ യോഗം കാണുന്നുണ്ട്. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ
അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. പ്രവർത്തന ശൈലിയിൽ പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. കീഴ് ജീവനക്കാർക്ക് പലർക്കും പരിശീലനം നൽകുന്നത് വഴി പ്രവർത്തനക്ഷമത വർദ്ധിക്കുവാനും പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും യോഗം കാണുന്നുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും കൃത്യമായുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനും യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് ഈ മെയ് മാസത്തിൽ അനിഴ നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. 3-4 മാസമായിട്ട് വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും ഉദ്ദേശിച്ച പോലെ തന്നെ ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ വിഷയത്തിനോടനുബന്ധമായിട്ട് ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ അവസരം വന്നു ചേരും. സാംക്രമിക രോഗങ്ങൾ ചിലർക്ക് പിടിപെടുവാനും മറ്റു ചിലർക്ക് പകർച്ചവ്യാധി പിടിപെടുവാനും ഇടയുള്ളത് കൊണ്ട് ഒരാഴ്ച അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടായിത്തീരും. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ തൃപ്തികരമാകും വിധത്തിൽ അവതരിപ്പിക്കാനും പരീക്ഷ എഴുതുവാനും സാധിക്കുവാനിടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളൊക്കെ തന്നെ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും യോഗം കാണുന്നുണ്ട്. രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാമ്പത്തികമായുള്ള സഹായം വന്നു ചേരുവാനും അഹോരാത്രം പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും യോഗം കാണുന്നു. നഷ്ടപ്പെട്ട ഉദ്യോഗം തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തം ഭാവനകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഈ അവസരങ്ങൾ വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള അവസരങ്ങളും ഒരുപക്ഷെ 9 മാസത്തിനുള്ളിൽ നടക്കുന്ന മത്സരരംഗങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനും പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുവാനും യോഗമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ യോഗം കാണുന്നു. ഇനി മുതൽ 3 മാസത്തിനുള്ളിൽ നടക്കുന്ന വിളവെടുപ്പ് അനുകൂലമായി തീരുവാനിടയുള്ളത് കൊണ്ട് ആശ്വാസവും സമാധാനവും ഉണ്ടാകും. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. മഹത് വ്യക്തികളുടെ പ്രവർത്തന ശൈലി അന്വേഷിച്ചറിഞ്ഞ് ആ ഒരു ആശയങ്ങൾ സ്വന്തം വ്യാപാര വിപണന വിതരണ മേഖല അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണമുള്ളൊരു വിദഗ്ധരായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുവാനും യോഗമുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ വിസ്തൃതിയുള്ള ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാൻ യോഗം കാണുന്നുണ്ട്. ഉദാസീന മനോഭാവം ഒഴിവാക്കി ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ സ്ഥാനക്കയറ്റമോ അവസരങ്ങളോ ഉണ്ടാവുക വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പരിശ്രമിക്കുന്നതിൽ അനുകൂലമായുള്ള അനുമതി ലഭിക്കുവാനും മറ്റു ചിലർക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാൻ ഒരു അനുമതി ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുന്നത് വഴി
ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാൻ അവസരം വന്നു ചേരും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് അവലംബിക്കാൻ യോഗം കാണുന്നുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലിയിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാനുള്ള തീരുമാനത്തിനും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. മാതാപിതാക്കളുടെ അസുഖം മനസ്സിലാക്കിയും അവരെ ഇനി മുതൽ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടു കൂടിയും അതിന് തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് സർവാത്മന സഹകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.